കൊടിസുനി ഇന്നലെ പെരിയ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്ന സമയത്ത് എറണാകുളത്തെ CBI കോടതി വരാന്തയിലുണ്ടായിരുന്നു. ഏതാണ്ട് 11 മണിയോടുകൂടി പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയതാണ്. പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച് അന്തിമവാദം പൂർത്തിയായത് 11:30. കോടതി വിധി പറയാൻ പിന്നെയും 45 മിനിറ്റ് എടുത്തു. ഈ സമയത്ത് പോലീസ് സംരക്ഷണയിൽ അതീവ സുരക്ഷിതരായി കഴിയേണ്ടതാണ് പ്രതികൾ. കൊടിസുനി ഇവരെ കാത്ത് കോടതി വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. കോടതിയിൽ ആദ്യം കയറിയ പീതാംബരൻ എന്ന 1-ാം പ്രതി കോടതി നടപടികൾക്കിടയിൽ പുറത്തിറങ്ങി കൊടിസുനിയുമായി ഏതാണ്ട് 3/4 മണിക്കൂർ നേരം സംസാരിച്ചു. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ഇരുവരും രഹസ്യ സംഭാഷണം നടത്തിയത്. TP ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ ജയിലിൽ കഴിയവേ പരോളിൽ ഇറങ്ങി കൊടിസുനി പീതാംബരനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഒരു കാര്യം കൂടി കൂട്ടി വായിക്കണം. പീതാംബരനും സംഘവും കോടതിയോട് അവസാനമായി ആവശ്യപ്പെട്ടത് തങ്ങളെ കണ്ണൂർ ജയിലിൽ അടയ്ക്കണമെന്നാണ്. അതായത് CPM-നെ സമ്പൂർണ്ണ നിയന്ത്രണമുള്ള കണ്ണൂർ ജയിലിൽ. കാസർഗോഡുകാരായതുകൊണ്ട് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും തൃശ്ശൂരിലേക്കും ഒന്നും വിടരുത്, ഞങ്ങളെ അടയ്ക്കേണ്ടത് കണ്ണൂരാണ് എന്ന് പറഞ്ഞതിന് പിന്നിൽ പോലും രാഷ്ട്രീയമുണ്ട്. അത്ര ജാഗ്രതയോടെയാണ് CPM കൊലയാളികളെ സംരക്ഷിക്കുന്നത് എന്നതിന് തെളിവാണിത്. എന്തായാലും കൊടിസുനിയും പീതാംബരനും ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തി വികാരനിർഭരമായി വിവരങ്ങൾ പങ്കുവച്ചു. ജയിലിൽ പോയാൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത്, എങ്ങനെയാണ് പാർട്ടിയുടെ നിയന്ത്രണം ജയിലിലും തുടരേണ്ടത്, എങ്ങനെയാണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ച് ജയിലിൽ കിടന്നുകൊണ്ടും ഗുണ്ടാ പ്രവർത്തനം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കൊടിസുനിയേക്കാൾ ക്ലാസ് കൊടുക്കാൻ പറ്റിയ മറ്റാരും ഉണ്ടാവണമെന്നില്ല.